പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ ജിന്ദർ മഹാൽ സെത്ത് റോളിൻസിന് എഗെയിൻസ്റ്റ് തോൽക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സെത്ത് റോളിൻസ് ജിന്ദർ മഹാലിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. ജിന്ദർ മഹാലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇൻഡസ് ഷെയർ എന്ന് പറയുന്ന ടാഗ് ടീം ജിന്ദർ മഹാലിൻ്റെ കൂടെ തുടക്കത്തിലേ വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. മത്സരത്തിന് ഇടയിൽ നിലവിലെ മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേസ് ഹോൾഡറായ ഡേമിൻ പ്രീസ്റ്റ് വന്ന് റിംഗ് സൈഡിൽ ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. മത്സരത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ ഡ്രൂ മാക്കിൻ്റെയും ഡേമിൻ പ്രീസ്റ്റും തമ്മിലുള്ള ചെറിയൊരു ഫൈറ്റ് അവർ ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അതിനുശേഷം ഇൻഡസ് ഷെയറിൻ്റെ എല്ലാവിധ സഹായവും ജിന്ദർ മഹാലിന് ലഭിച്ചു. ബ്രീഫ് കേസ് ഉപയോഗിച്ച് അവർ സെത്തിനെ ആക്രമിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷേ അവിടെ കൊണ്ടൊന്നും സെത്ത് പരാജയപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിച്ചില്ല. അവസാനം കെർബ് സ്റ്റോം ചെയ്തുകൊണ്ട് സെത്ത് ടൈറ്റിൽ റീടേൺ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ എന്തുകൊണ്ട് ജിന്ദർ മഹാൽ പരാജയപ്പെട്ടു എന്നുള്ളതിന് 3 കാരണങ്ങളാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ കാരണം ജിന്ദർ മഹാലിന് പ്രോപ്പറായിട്ടുള്ള ഒരു ബിൽഡപ്പ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു മത്സരം ഒരു ആഴ്ച കൊണ്ടാണ് WWE ക്രിയേറ്റ് ചെയ്തത്. ജിന്ദർ മഹാൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ട്രീക്കോട് കൂടിയിട്ടൊന്നുമല്ല സെത്തിനെ ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ജിന്ദർ മഹാൽ വിജയിക്കില്ല എന്നുള്ളത് 100% ഷുവർ ആയിരുന്നു. എന്നാലും നമുക്ക് ഒരു പ്രഡിക്ഷൻ പോലെ ജിന്ദർ മഹാൽ വിജയിച്ചാൽ ഇനി എന്തൊക്കെ നടക്കുമെന്നുള്ളത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോഴും ജിന്ദർ മഹാൽ വിജയിക്കാൻ യാതൊരുവിധ സാധ്യതയുമില്ല. അത് പ്രോപ്പറായിട്ടുള്ള അദ്ദേഹത്തിന് ബിൽഡപ്പ് കൊടുക്കാത്തത് കൊണ്ടാണെന്നാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം സെത്ത് റോളിൻസിനേക്കാൾ വലിയൊരു ചാമ്പ്യനായി ജിന്ദർ മഹാൽ മുൻപ് പ്രൂവ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഏക തവണ മാത്രമാണ് WWE ചാമ്പ്യൻ ആകാൻ സാധിച്ചത് എന്നുണ്ടെങ്കിലും അന്നും ആരാധകരുടെ ഇടയിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും ജിന്ദർ മഹാലിന് ലഭിച്ചിരുന്നില്ല. ജിന്ദർ ഒരു വില്ലൻ ആണെങ്കിൽ പോലും ക്രൗഡിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ വർക്കൗട്ട് ആകുന്നുണ്ട് എന്നുള്ളത് അന്ന് ക്രിയേറ്റീവ് ടീമിന് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ സെത്തിനെ ഓവർകം ചെയ്തുകൊണ്ട് ജിന്ദർ ജയിക്കുക എന്ന് പറയുമ്പോഴും അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് ജിന്ദർ സെത്തിനേക്കാൾ വലിയൊരു സ്റ്റാർ അല്ല എന്നുള്ളത് കൊണ്ടാണ്. അവസാനത്തെ കാരണം നിലവിലെ വേൾഡ് ചാമ്പ്യനായ സെത്ത് റോളിൻസിന് ഇനി ഭാവിയിലേക്ക് റസൽമേനിയ വരെ കൃത്യമായിട്ടുള്ള പ്ലാനുകൾ ഉണ്ട് എന്നുള്ളതാണ്. CM പങ്ക് സെത്ത് റോളിൻസിന് എഗെയിൻസ്റ്റ് ഒരു ചലഞ്ച് ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. CM പങ്ക് റോയൽ റംബിളിൽ വിജയിച്ചാൽ സെത്തിനെയായിരിക്കും റസൽമേനിയയിൽ ചലഞ്ച് ചെയ്യുക എന്നുള്ളത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിൽ എന്തിന് ജിന്ദർ മഹാലിനെ കൊടുന്നിടണം എന്നുള്ളൊരു ചോദ്യം, അത് വലിയൊരു ചോദ്യമാണ്. അതും ജിന്ദർ മഹാലിൻ്റെ പരാജയത്തിൻ്റെ ഒരു കാരണമാണ്. സെത്ത് റോളിൻസിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഭാവി പദ്ധതികളുണ്ട്. അതിനിടയിൽ ജിന്ദറിനെ ചാമ്പ്യൻ ആക്കിയാൽ പിന്നീട് ഇപ്പോഴുള്ള റേറ്റിംഗ് പോലും താഴേക്ക് പോകും എന്നുള്ളത് ക്രിയേറ്റീവ് ടീമിന് നന്നായി അറിയാം. എന്നാലും അവസാന നിമിഷങ്ങളിൽ ജിന്ദർ വിജയിക്കുമ്പോൾ എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കിക്കൊണ്ട് കാണികൾക്ക് ചില നിമിഷങ്ങൾ ത്രില്ലടിപ്പിക്കാനുള്ള രീതിയിലാണ് ആ ഒരു മാച്ച് അവസാന ഭാഗങ്ങളിലേക്ക് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റോ എപ്പിസോഡിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.